പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിനും എതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ 4 മാസം മുൻപ് യു ഡി എഫ് പ്രവേശനത്തിന് കത്ത് നൽകിയിട്ടും തന്നെ നിരന്തരം അവഗണിച്ചു. പ്രതിപക്ഷ നേതാവ് വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് വിട്ടു. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുതെന്നും പി വി അൻവർ പറഞ്ഞു. കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യൻ്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? ഇനി തന്റെ പ്രതീക്ഷ കെ സി വേണുഗോപാലിൽ മാത്രമാണെന്നും പി വി അൻവർ പറഞ്ഞു. സമവായമായില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. മത്സരിച്ചാൽ പ്രചാരണത്തിന് മമതാ ബാനർജിയും 10 മന്ത്രിമാരും നിലമ്പൂരിലെത്തുമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചു. യു ഡി എഫിന് കൊടുത്ത കത്തിന് ഏകദേശം 4 മാസമായി. യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പി വി അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വിവരവുമില്ല. ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, യു ഡി എഫ് പ്രവേശനം സ്വപ്നം കണ്ടിരുന്ന പി വി അൻവറിന് എല്ലാ പ്രതീക്ഷയും ആശയും മറ്റു നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന്. അതാണോ ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിച്ചത്? എന്ത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവസാനത്തെ പ്രതീക്ഷ കെ സി വേണുഗോപാലിൽ അർപ്പിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ആരോപണം? കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും പി വി അൻവറിന്റെ വരവ് സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളും സംഘർഷങ്ങളും ഉടലെടുക്കുന്നുണ്ട് എന്നാണോ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജി കെ, പി വി അൻവർ ഒരു ത്രിശങ്കുവിലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ 1 മണിക്കൂർ നീണ്ടു നിന്നിട്ടുള്ള വാർത്താ സമ്മേളനം. അതിലേറ്റവും പ്രധാനമായത് ഈ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടി അവസാനവട്ട ശ്രമം കൂടി നടത്തുകയാണ്. അതാണ് കെ സി വേണുഗോപാലിൽ വരെ എത്തി നിൽക്കുന്നത്. കെ സി വേണുഗോപാലുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കെ സി വേണുഗോപാലുമായി സംസാരിച്ച് അതിലും ഒരു സമവായമായില്ലെങ്കിൽ ഈ മുന്നണി പ്രവേശനമോ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗമായിട്ടെങ്കിലും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ തന്നെ പി വി അൻവർ വ്യക്തമാക്കുന്നു. അതിന് മമതാ ബാനർജി, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവരെ നിലമ്പൂരിലെത്തിക്കും. ജനങ്ങളോട് രാഷ്ട്രീയം തുറന്നു പറയും. അങ്ങനെ മത്സര രംഗത്തുണ്ടാകും. അത് 2 ദിവസത്തിനകം ആ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തുന്നുണ്ട് പി വി അൻവർ. അതിൽ പാണക്കാട് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആദ്യം മുതൽ തന്നെ ഈ ഒരു സമവായ ചർച്ചയ്ക്ക് നിന്നിരുന്നു. അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒറ്റയ്ക്ക് പോരാടേണ്ട ഒരാളല്ല എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നോട് പറയുകയും ഈ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ അമ്പുകൾ മുഴുവൻ എയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം പ്രധാനമായും വി ഡി സതീശൻ പറഞ്ഞത് ഇനി തീരുമാനം സഹകരണം വേണോ എന്നുള്ള തീരുമാനം പി വി അൻവർ പറയട്ടെ, പി വി അൻവർ നയം വ്യക്തമാക്കട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെ താൻ നയം ഇന്നതാ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത്. താൻ ഒരു ധിക്കാരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? തന്നെ വസ്ത്രാഭിഷേകം നടത്തി ചളി വാരി എറിയുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിച്ചിരിക്കുന്നു. പിന്നെയും കാല് പിടിക്കുമ്പോൾ മൂർത്താവിൽ ചവിട്ടുന്ന അവസ്ഥയാണ്. അങ്ങനെ കാല് പിടിക്കാൻ ഇനി നിൽക്കുന്നില്ല. അവസാനവട്ട ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് കെ സി വേണുഗോപാലുമായും പാണക്കാട് തങ്ങളുമായും ഒന്ന് സംസാരിക്കും. അതിൽ സമവായമായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ഇതിലേക്കാണ് താൻ ഭൂമിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു, പീഠത്തിൽ ഇരിക്കാനല്ല എന്നുള്ളതുമാണ് അൻവർ പറയുന്നത്. അതെല്ലാം പി വി അൻവർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കുകയാണ്. അതായത് അദ്ദേഹം ഇനി തുടർന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? വിപിൻ സി വിജയൻ, ആ കാര്യങ്ങളിൽ പി വി അൻവറിന് ഒരു വ്യക്തതയുണ്ടോ? അതോ അദ്ദേഹം എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും അറ്റ് പിന്നെ ഇനി ഒരു വലിയ ആശയക്കുഴപ്പത്തിന്റെ ചുഴിയിൽപ്പെട്ട് നിൽക്കുകയാണോ പി വി അൻവർ? അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും സൂചന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നൽകിയോ?
ഈ ആര്യാടൻ ഷൗക്കത്തുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് സമ്മതിക്കുന്ന PV അൻവർ, എന്നാൽ അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ പിണറായി സത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ അതെല്ലാം മറക്കാൻ തയ്യാറാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ആര്യാടൻ ഷൗക്കത്തിന് ഒരു കലാപക്കൊടി ഉയർത്തിയതിനു ശേഷം ഒരു മാരത്തോൺ ചർച്ചകൾ UDFന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കെ സുധാകരന്റെ പേര് രമേശ് ചെന്നിത്തല സംസാരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ VD സതീശനുമായി ഒരു സമവായത്തിലെത്തുകയും ഏകദേശം മെയ് മാസത്തിൽ 15-ാം തീയതി ഇരുന്ന് ഒരു ചർച്ച തന്നെ നടന്നതാണ്. 2 ദിവസത്തിനകം പ്രഖ്യാപനം വരും എന്നും പറഞ്ഞതാണ്. പക്ഷേ VD സതീശൻ അത് പുറത്തു പറയുന്നില്ല. ഇത് പൊതുസമൂഹത്തോട് ഈ ചർച്ചകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി KCയെ കൂടി ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തുന്നു. അവിടെ നിന്നും ഒരു അനുനയ നീക്കം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ കഴിയില്ല, കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിന് സാധിക്കില്ല എന്നൊക്കെയാണ് മറുപടി എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തൃണമൂൽ കോൺഗ്രസ് ആയി ഒരു പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ മണ്ഡലം കൺവെൻഷനുകളും അതിൻ്റെ ജില്ലാ കമ്മിറ്റികളും ഒക്കെ നിലവിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലു പിടിക്കണോ എന്നുള്ളത് ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും അത് തൃണമൂൽ കോൺഗ്രസിനകത്തും ഒരു വികാരമായി രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയും, അൻവർ ഫാക്ടർ ഉണ്ടെന്ന് UDF തന്നെ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ മത്സരിക്കുക, അങ്ങനെ UDFന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ തൻ്റെ ഒരു വില മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചർച്ചയിൽ കൂടി അവസാനവട്ട ഒരു ശ്രമം തന്നെ നടത്തുകയാണ് അദ്ദേഹം. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായി ഇനി അസോസിയേറ്റ് ആയിട്ടെങ്കിലും നിർത്തിയാൽ മതി, അതെങ്കിലും പക്ഷേ പൊതുസമൂഹത്തോട് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇന്നലെ വരെ മുന്നണിയിൽ എടുക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇന്നിപ്പോൾ അത് ഒരു അസോസിയേറ്റഡ് അംഗമായിട്ട് നിർത്താം, ഒരു സഹകരണം എന്നുള്ളതിലേക്ക്, പക്ഷെ അത് പൊതുസമൂഹത്തോട് പറയുകയും അങ്ങനെ ഈ ഒരു രമ്യമായി ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതിലേക്ക് തന്നെ. ശരി വിപിൻ, നമുക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി അല്ലെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൂടി പരിശോധിക്കാം. നമ്മളോടൊപ്പം ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, PV അൻവറിന്റെ കാര്യത്തിൽ UDFനകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇത് VD സതീശന് ഒരു അഭിപ്രായം, കെ സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും മറ്റൊരു അഭിപ്രായം, ലീഗിനകത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു അഭിപ്രായം, PV അബ്ദുൽ വഹാബിന് മറ്റൊരു അഭിപ്രായം. എന്നിങ്ങനെ അൻവറിനെ UDF പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ ആ മുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതാണോ നമ്മൾ കാണുന്നത്? PV അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച്, അത്തരം ഒരു സാധ്യതയെക്കുറിച്ച് UDF ആലോചിക്കുന്നുണ്ട്? PV അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പന്തിപ്പോൾ അൻവറിന്റെ കോർട്ടിലാണ്. അൻവറിന് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. ഇവിടെ PV അൻവർ UDFുമായി സഹകരിക്കാനോ UDFന് പിന്തുണ നൽകാനോ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങൾ കോൺഗ്രസിനും UDFന്റെയും സാധ്യതകളെ സാരമായി ബാധിക്കുന്ന പ്രതികരണങ്ങളാണ്. മാത്രമല്ല, ഒരു മുന്നണിയുടെ വൃത്തത്തിനകത്ത് നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടിന് തീർത്തും ഘടകവിരുദ്ധമായ ഒരു സമീപനം, കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തിന് നേരെ വാളോങ്ങുന്ന സമീപനം എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് VT ബൽറാമിനെ പോലുള്ള ആളുകൾ ഇന്നലെ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനൊപ്പം, അദ്ദേഹം ഇല്ലെങ്കിൽ അല്ലാതെയും പോകും എന്ന നിലയ്ക്ക് അപ്പോൾ 2 വഴി സ്വീകരിക്കാനും കോൺഗ്രസ് ഒരുക്കമാണ്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും സമീപനം. കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ അൻവറുമായി ഒരു സംസാരത്തിനേ ഇല്ല. ഈ 48 മണിക്കൂർ അൻവർ നിശ്ചയിച്ചിരിക്കുന്ന ഡെഡ്ലൈൻ സമയത്ത് ഒരു സംസാരത്തിനേ ഇല്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവിനുണ്ട്. അതുകൊണ്ടാണ് അൻവറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ കോൺഗ്രസ് നേതാക്കൾ ആരും തയ്യാറാകാത്തത്. കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹം ഡെഡ്ലൈൻ പ്രഖ്യാപിക്കുന്ന ആ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അനൗപചാരിക ആശയവിനിമയം നടത്തിയെന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു ഔപചാരികമായ ഒരു സംഭാഷണം അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടില്ല. ഇപ്പോഴും അൻവർ പറയുന്നത് അദ്ദേഹം പിന്തുണയ്ക്കാൻ തയ്യാറാണ്, എന്നാൽ അദ്ദേഹം ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഷയിൽ, ഒരു ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അൻവർ പ്രഖ്യാപിച്ച ഡെഡ്ലൈനിൽ നിന്ന് ഇനിയും സമയം നീട്ടി നൽകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അൻവറിനും മത്സരിക്കുന്നതിന് മുമ്പിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ PV ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അൻവർ അടക്കമുള്ള എല്ലാവരുടെയും വോട്ടുകൾ സമാഹരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് മുസ്ലിം ലീഗിന്റെയും ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസിലെ നേതാക്കളുടെയും കാഴ്ചപ്പാട്. എന്നാൽ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ ആവാൻ കാത്തിരിക്കുന്ന ഒരാൾ പ്രകടിപ്പിക്കുന്നത് ഈ നിലയ്ക്കുള്ള അഭിപ്രായങ്ങളും നിലപാടുകളുമാണെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആയാൽ അദ്ദേഹം ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഭാവിയിൽ നടത്താൻ പോകുക എന്ന കാര്യവും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. നേരത്തെ
നേരത്തെ PC ജോർജിനെ മുന്നണിയുമായി സഹകരിപ്പിക്കുകയും മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതുപോലെയുള്ള ഒരു ദുരനുഭവം ഭാവിയിൽ അൻവറും വരുത്തിവെക്കില്ലേ എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ സാവധാനത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ എത്തുന്നത്. ഇവിടെ PV അൻവറിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഈ സംഭവം വളരുന്നത്. അൻവർ ഇന്നലെ അയയുന്ന ഒരു സമീപനം ലീഗ് നേതൃത്വമായുള്ള ചർച്ചയിൽ പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ ആ ഒരു തരത്തിലുള്ള സമീപനം അൻവറിന്റെ ഭാഗത്തു നിന്നില്ല. അൻവർ ഒരിടത്ത് അയയുകയും മറുവശത്ത് അദ്ദേഹം ഒരു ഭീഷണിയുടെ തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടു കൂടി ഒത്തുപോകില്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് നമുക്ക് ഈ റിപ്പോർട്ട് നൽകുന്നത് നിലമ്പൂരിൽ നിന്നാണ്. ശ്രീജിത്ത്, നേരത്തെ പെട്ടെന്നൊരു സ്വാഭാവികമായി പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞതാണ്. ആർ ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.